ഒരു രാഷ്ട്രീയ മത്സരമാണ്. അപ്പം പരസ്പരം മത്സരിക്കേണ്ടി വരും, പലരും തമ്മിൽ വിയോജിക്കേണ്ടിയും വരും. നേരിട്ട് കണ്ടാൽ കൈ കൊടുത്ത് ചിരിച്ചു കാണിക്കുന്നതാണ് നമുക്ക് പതിവുള്ള രാഷ്ട്രീയ ദൃശ്യങ്ങൾ. അതായത് എന്ത് വൈരമുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ നമ്മൾ തിരിച്ച് കളിച്ച് അങ്ങ് കൈ കൊടുത്ത് അങ്ങ് പിരിയും. പക്ഷേ ചിലർക്ക് അതെപ്പോഴും സാധിക്കണമെന്നില്ല. ഇണങ്ങിയവരും പിണങ്ങിയവരും കൂടി കണ്ട ഒരു ഈസ്റ്റർ കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈസ്റ്ററിനോടനുബന്ധിച്ച് എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ നടന്ന പരിപാടിയിലാണ് സ്ഥാനാർത്ഥികളെല്ലാം എത്തിയത്. നിലവിലെ MP ഹൈബി ഈഡൻ വേദിയിലെത്തിയപ്പോൾ മുന്നിലിതാ KV തോമസ്. തെരഞ്ഞെടുപ്പു കാലത്ത് ഒരു ഹസ്തദാനമെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും മാഷിന് കണ്ട ഭാവമേയില്ല. തിരിഞ്ഞൊരൊറ്റ ഇരുപ്പ്. തൊട്ട് പിന്നാലെ എത്തി NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ. ഹൈബിയെ മൈൻഡ് ചെയ്യാതിരുന്ന തോമസ് മാഷ് രാധാകൃഷ്ണനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നങ്ങ് സ്വീകരിച്ചു. തൊട്ടു പിന്നാലെ വേദിയിലേക്കു കടന്നുവന്ന സാനുമാഷിന് കൈകൊടുത്ത് ഹൈബി ക്ഷീണം മാറ്റി. ഹൈബിയോട് പിണക്കമാണോ എന്ന ചോദ്യത്തിന് തോമസ് മാഷിന്റെ മറുപടി ദാ ഇങ്ങനെ. ഹൈബിയായി പിണക്കത്തിലാണോ? പിണക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പറയാതിരിക്കായിരുന്നു. പക്ഷെ തുടരെ പറയുമ്പോൾ അത് ശരിയല്ല. ഒരൽപ്പം വേദനയോടുകൂടി ചില രഹസ്യങ്ങൾ കൂടി മാഷിവിടെ തുറന്നു പറയുകയാണ്. പക്ഷെ ഒന്ന് പ്രതികരിക്കാൻ ഞാൻ ദുഃഖത്തോടെ വേദനയോടെ ആഗ്രഹിക്കുകയാണ്. ഹൈബി ഈഡൻ അദ്ദേഹം തുടരെയായി ഒരു പ്രചരണം നടത്തുന്നുണ്ട്. ഞാൻ MP ആയിരുന്ന കാലഘട്ടത്തിൽ ചിലവഴിക്കേണ്ട 5.9 കോടി രൂപ ചെലവഴിച്ചില്ല, അദ്ദേഹം ചെലവഴിച്ചു. ഞാൻ ഇരുന്ന കാലഘട്ടം മുതൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് MP ഫണ്ട് പെടുത്തുന്നത് അത് ഞാൻ പുറത്ത് കൊണ്ടുവരും. സമാധാനത്തോടെ ഒരു ഈസ്റ്റർ ആഘോഷിക്കാൻ പോലും സമ്മതിക്കില്ലല്ലോ എന്ന് ഹൈബി മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകണം. ഒരു ഇലക്ഷന്റെ മൂഡിലോ ക്യാമ്പയിനിലോ അല്ല. കാരണം എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം നോമ്പിന് ശേഷം ആചരിക്കുകയാണ് ഈസ്റ്റർ. അപ്പോൾ അതിൻ്റെ ഭാഗമാകുക, കുടുംബത്തോടൊപ്പമാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. പക്ഷേ പരമാവധി സ്ഥലങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് സംവേദിക്കാനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുകയാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ. അല്പം വൈകിയാണെത്തിയതെങ്കിലും ഒരു പാട്ടുപാടി രംഗം കൊഴുപ്പിച്ചു ഷൈൻ ടീച്ചർ. പൊന്നൊളിയിൽ കല്ലറമിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. പിന്നെ വേദിയിൽ കണ്ടവർക്കൊക്കെ കൈകൊടുക്കലും കെട്ടിപ്പിടുത്തവും. ഞാൻ വൈകിയതല്ല, അവർ എന്നെക്കാൾ മുന്നേ പ്രചരണം തുടങ്ങിയതാണെന്ന് വേദിയിലെത്തിയ KS രാധാകൃഷ്ണൻ. പക്ഷേ ഫലം വരുമ്പോൾ ഒന്നാമതാകുമെന്നാണ് KSന്റെ ശുഭപ്രതീക്ഷ. ചിലര് രണ്ടുപേര് എന്നേക്കാൾ മുമ്പ് വന്നു എന്നുള്ളത് നേരാണ്. അതുകൊണ്ട് ഞാൻ ഒടുവിലാണ് എന്ന് അർത്ഥമില്ല. പിന്നെ അവിടെ നിന്നവരെല്ലാവരും ഇപ്പം എനിക്ക് വോട്ട് ചെയ്യില്ലേ? ഇത് മനസ്സിലായില്ല ഇതുവരെ. പിന്നെ ഉറപ്പായിട്ടും തെരഞ്ഞെടുപ്പു കാലത്ത് പ്രചരണത്തിൽ മാത്രമല്ല, മണ്ഡലത്തിലെ ആഘോഷ പരിപാടികളിലും സ്ഥാനാർത്ഥികൾ സജീവമാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ രാഹുൽ സുദേവിനൊപ്പം വിനീത VG 24. രജനി, KS രാധാകൃഷ്ണനും KV തോമസും ഒരേ പാർട്ടിയിൽ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്, സഹപ്രവർത്തകർ കൂടിയായിരുന്നു. അവർക്കിടയിൽ അവർ രണ്ടുപേരും കോൺഗ്രസിലായിരുന്നപ്പോൾ കോൺഗ്രസ് വിട്ട് ഒരാൾ BJP-യിലേക്കും ഒരാൾ ഇടത് ഭാഗത്തും നിൽക്കുമ്പോഴും അവർക്കിടയിൽ വലിയ സൗഹൃദമുണ്ട്. പക്ഷേ കോൺഗ്രസിൽ തുടരുന്ന ഹൈബി ഈഡനോട് അവർക്ക് രണ്ടുപേർക്കും ആ സൗഹൃദം ഇല്ല എന്നതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. പറയുന്നുണ്ട് എന്താണ് അവരുടെ രാഷ്ട്രീയം.